ഹേയ് ഹലോ എവരി വൺ. ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം 2 ദിവസം മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നാണ് ആക്ച്വലി ഇന്നലെയും കുറച്ച് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനൊരു അവസരം കിട്ടിയില്ല. കുറച്ച് ആവശ്യങ്ങൾക്ക് പുറത്ത് പോകേണ്ടതൊക്കെ വന്നു. അപ്പം ഇന്ന് ഞാൻ ഓർത്തു കുറച്ച് വീഡിയോസൊക്കെ ചുമ്മാ ഇവിടുത്തെ വീടിൻ്റെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇത് നമ്മൾ കുമ്പളാമ്പുഴയാണ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ റാന്നിയുടെ അടുത്ത് തന്നെയുള്ള. നമ്മുടെ കാറ് വന്ന ഉടനെ തന്നെ നമ്മൾ ഡാഡിയുടെ കാർ പോർച്ചിൽ കയറ്റിയിട്ട് ഇവിടെ എൻ്റെ ബ്രദറിൻ്റെ കാറ്, അവരും ബാംഗ്ലൂരിൽ നിന്ന് വെക്കേഷന് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇട്ടുകൊണ്ട് ഡാഡി കാറെടുത്ത് മാറ്റി അവിടെ ഇട്ടേക്കാണ്. പിന്നെ ഇതിന് മേലോട്ടൊക്കെ മുഴുവൻ റബ്ബറാണ്. പിന്നെ അടുത്ത് വീടുകളൊന്നുമില്ല. അപ്പം നമുക്ക് കുറേ നല്ല പ്രൈവസിയാണ്. ഒരു എന്താ പറയുന്നത്, ഒരു വസ്തുവിൻ്റെ നടുക്കുള്ള ഒരു വീടാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ താഴേക്ക് നമ്മുടെ കയറി വരുന്ന വഴിയാണ്. ഇതിൻ്റെ അവിടെയാണ് ആ മെയിൻ റോഡ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ അതുവഴി ഇറങ്ങി ഈ റോഡ് വഴി ആണ് വീട്ടിലോട്ട് കയറി വരുന്നത്. ഇപ്പം നടന്നു പോവാണ്. കുറച്ച് നടന്നിട്ട് ഇവിടെ തന്നെ ബോട്ട് വന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബോട്ടിലോട്ട് കയറാൻ പോവാണേ. പിള്ളേരെല്ലാം ആകെ എക്സൈറ്റഡാണ്. അധികം സമയമൊന്നും ഇല്ല, നമ്മളൊരു ഫുൾ ഡേ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ വെറും 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇവർക്കതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. ഇത് ഇവർ കുറച്ച് പേര് പുറകെ വരുന്നതേ ഉള്ളൂ. സോ നമ്മളിങ്ങനെ ഏതോ ഒരു ചെറിയ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് നേരെ ബോട്ടിലോട്ട് കയറുവാണേ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പിള്ളേർ. 2 ദിവസമായിട്ട് ഇതിൻ്റെ തന്നെ ഒരു ആലോചനയിലാണ്. അപ്പം ഇവിടുന്ന് കയറുന്ന ഒരു ഇതിലാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. ബോട്ടിൻ്റെ ആളുകൾ വിളിച്ചു, അവരിപ്പം വന്ന് കേട്ടു. പാരഡൈസ് അല്ല, പുളിമുട്ടിൽ, പിന്നെ എന്തൊക്കെയോ ബോട്ടുകൾ, തിരുവോണം. അത് ഞാൻ കിടക്കുള്ള, ഞങ്ങൾ പൂട്ടിയാലും ഞങ്ങൾ വീണ്ടും നോക്കും. ഊട്ടിയില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. അത് അവരവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ബോട്ട്. ബോട്ട് റെഡിയാണ്. യോ അപ്പം ഞങ്ങൾ ബോട്ടിലോട്ട് കയറാൻ പോകണം. പിന്നെ എന്തുപോലെ ഓഷനിലേക്ക് അവർക്ക് എന്ത് നല്ലതായിട്ട് ഈ റിസോർട്ട്സ് അടിപൊളിയായി. സൈഡിലത്തെ ഈ റിസോർട്ടിൻ്റെ വ്യൂ അടിപൊളിയാടാ. സോളാർ പാനൽ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഡബിൾ ഡെക്കർ ഉള്ള ബോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു നല്ല സ്പേസ് ആണ്. ഇതാ ഇതുപോലെ ഞാൻ മാറി ഇന്ന് കാണിക്കാം. വെളിയിലത്തെ ഒന്നും ശരിയാവത്തില്ല, ഇവിടെയാണ് നല്ലത്. മേട്ട് കയറില്ല. ഇത് നല്ല ബോട്ടല്ലേ, പുതിയ ബോട്ടാ. ശിക്കാരിയൊക്കെ പോകുന്നുണ്ട്. ഇതൊരു 10 രൂപ പേർക്കുള്ളോ തോന്നല്ലേ? വീഡിയോ കണ്ടിട്ടുണ്ട്. അടുത്തൊന്നും കാണുന്നില്ല. അങ്ങ് ദൂരെ കുറച്ച് ബോട്ട്സ് ഒക്കെ ഉണ്ട്. അത് മറ്റേ ഹൗസ് ബോട്ട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫിഷിംഗ് ബോട്ട്സും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും മേളി വന്നു. ചായയും പഴംപൊരിയാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്സ്.
എല്ലാവരും ചായയൊക്കെ എടുത്ത് റിലാക്സ് ചെയ്തിരുന്ന് ചായ കുടിക്കുകയാണ്. ക്യാപ്റ്റന് ചായയുമായി പോകുന്ന ഷെഫ് ചേട്ടൻ. ഇപ്പൊ കണ്ടായിരുന്നു ജോൻ ആ വീഡിയോയൊക്കെ? ആ വീഡിയോകളൊക്കെ കണ്ടായിരുന്നോ? സൺസെറ്റ് പക്ഷെ ഈ ക്യാമറ അത്രയും കിട്ടത്തില്ലായിരിക്കും അല്ലേ? ഇല്ല, അത്രയും കിട്ടത്തില്ല, വിചാരിക്കുന്ന വ്യൂ കിട്ടത്തില്ല. എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ ചെയ്യാൻ പറ്റൂല. ഇത് ശിക്കാരിയോ എന്തോ ഈ ബോട്ട് ഇപ്പൊ ഈവനിങ് ആയപ്പോൾ ഇതിന്റെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ബോട്ടിന്റെ ഒരു വ്യൂ കാണിക്കാം, അകത്തെ ഇന്റീരിയർ വ്യൂ. ഇവിടെ ഒരു പാലത്തിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞാൽ എല്ലാവരും ചായയൊക്കെ കുടിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു കാറ്റൊക്കെ കൊണ്ടിരിക്കുക. പക്ഷെ നല്ല വെയിലുണ്ട്. ഈ ചുറ്റിലും താഴെ ഗ്ലാസ് ആയതുകൊണ്ട് ഭയങ്കര വെയിലാണ്. മേളിൽ കുറച്ചുകൂടെ നല്ല തണലുണ്ട്. മുമ്പ് ഞങ്ങൾ മേളിലൊക്കെ നിന്നപ്പോൾ നല്ല കൂളായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര ചൂടായി തുടങ്ങി. അപ്പം എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഈ ചായ കുടിക്കാൻ ഒരു തീരുമാനത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ചു കൂടി വന്നുള്ള കണ്ണാടി എടുത്ത് വെക്കും, ഇടയ്ക്ക് ഊരി വെക്കും. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ 3 hours കഴിയാറായി. ഞങ്ങളിപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഒരു അടിപൊളി ജേർണി ആയിരുന്നു. സോ ഇനി ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ കാണിക്കാം. അപ്പം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാ ബോട്ടുകളും ഏകദേശം തീർത്ത് അടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു അടിപൊളി ജേർണി ആയിരുന്നു അല്ലേ? അടിപൊളിയല്ലായിരുന്നു? അങ്ങനെ ഞങ്ങൾ 3 hours